ശബരിമലയിൽ ഇന്ന് ഇതുവരെ ദർശനം നടത്തിയത് 40,000-ത്തിലധികം ഭക്തരാണ്. രാവിലെ മുതൽ നിരവധി ഭക്തരാണ് അയ്യനെ കാണാനായി മല ചവിട്ടുന്നത്. തിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നു. ഇന്നലെ 87,000-ഓളം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നത്. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പടി കയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനും വർധനയുണ്ടായിട്ടുണ്ട്. ശരാശരി 60 മുതൽ 70 വരെയുള്ള തീർത്ഥാടകരാണ് ഒരു മിനിറ്റിൽ പടി കയറി എത്തുന്നത്. IRBയുടെ പ്രത്യേക പരിശീലനം നേടിയ സംഘവും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. തുടക്കത്തിലുണ്ടായ ഗുരുതരമായുള്ള വീഴ്ച, ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ആ തുടക്കത്തിലുണ്ടായ ആ ഒരു വീഴ്ച വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ശബരിമല സന്നിധാനത്ത് ഉണ്ടാക്കിയിരുന്നു. ഭക്തർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം. അതോടൊപ്പം തന്നെ കേന്ദ്രസേന, പ്രത്യേകിച്ച് RAF ഇന്ന് ചുമതലയേറ്റിട്ടുണ്ട്. സന്നിധാനത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ അതിലേറ്റവും എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് സന്നിധാനം പോകുന്നു. അതോടൊപ്പം തന്നെ NDRFും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. 140 പേരടങ്ങുന്ന സംഘമാണ് ഈ സന്നിധാനത്തേക്ക് RAFിൻ്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്തുണ്ട്. എന്തായാലും 85,000-ത്തിലധികം തീർത്ഥാടകർ ഇന്നും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്.